വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസ് വിവാഹിതയായ സ്ത്രീക്ക് നൽകാനാവില്ല എന്ന് സുപ്രീം കോടതി. അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷകൻ നൽകിയ കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ലൈംഗിക പീഡന പരാതി ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരമൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി നൽകുമ്പോൾ ആ പരാതി നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം അതിലെ 5-ാം വകുപ്പ് പ്രകാരം വിവാഹിതരായ ഒരാൾക്ക് വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാനാകില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് ഒക്കെ തന്നെ ഈ വനിതാ അഭിഭാഷകരുടെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോഴും ആ ബന്ധം വേർപ്പെടുത്താതെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് കോടതി പറയുന്നത്. മാത്രമല്ല കോടതി പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരം ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് അവർ ഏർപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ അതിൽ ബലാത്സംഗം ചുമത്താൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി. അതിജീവിതമാരുടെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലായല്ലോ, അവർക്ക് നേരെ പണി കിട്ടിയല്ലോ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്, കല്യാണം കഴിച്ചിട്ട് അത് ഡിവോഴ്സ് ചെയ്യാണ്ട് അടുത്ത ബന്ധത്തിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്ക് അതിന് ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു, എനിക്ക് മരുന്ന് തന്നു, ഞാനത് കഴിച്ചു, അവസാനം അത് ഇല്ലാണ്ടാക്കേണ്ടി വന്നു എന്ന്. അതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഉഭയസമ്മത പ്രകാരം പോയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ എങ്ങനെ അത് കോടതി ഏറ്റെടുക്കും? സത്യം പറഞ്ഞാൽ ഓരോ കേസും അവർക്ക് ജാഗ്രതയോടെ എടുക്കാനേ പറ്റത്തുള്ളൂ. യഥാർത്ഥ കേസ് ഏതാണ്, കള്ള കേസ് ഏതാണ് എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിജീവിതമാർക്കൊക്കെ ഇനി ഒരു